ഈസ്റ്റിൽ അമേരിക്കയുടെ സ്വാധീനം എത്രത്തോളമുണ്ട്? മിഡിൽ ഈസ്റ്റിനെ തന്റെ കൺട്രോളിലാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി അമേരിക്ക എത്രത്തോളം ബേസസ് ഈ അറബ് നാടുകളിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതെല്ലാം നമുക്ക് നന്നായി അറിയാം. ഇപ്പോ ഇറാൻ ബാക്ക്ഡ് മിലിറ്റന്റ് ഗ്രൂപ്പ് ഹിസ്ബുള്ള ഇവരിൽ നിന്നും ഔദ്യോഗികമായി ഒരു മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് കൊടുത്തു. ഒരു പക്ഷേ ഇസ്രായേലിന് സപ്പോർട്ടായി ഹിസ്ബുള്ളയ്ക്ക് എതിരെ നടക്കുന്ന അറ്റാക്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഇസ്രായേലിനുണ്ടെങ്കിൽ അമേരിക്കയുടെ മുഴുവൻ ബേസിലും ഞങ്ങൾ അറ്റാക്ക് നടത്തും. യുഎസിന്റെ എല്ലാ ബേസിനെയും ഞങ്ങൾ ലക്ഷ്യമിടുമെന്ന് നേരിട്ട് ഇന്നൊരു വാർണിംഗ് അമേരിക്കയ്ക്ക് നൽകി. അതുമാത്രമല്ല, യൂറോപ്യൻ കോണ്ടിനെന്റ്, മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ നാടുകളിലും കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് നൽകാത്ത ഒരു മുന്നറിയിപ്പാണ് അമേരിക്ക കാരണം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ അറ്റാക്കിൽ 18 ഇസ്രായേലിയൻ സോൾജേഴ്സിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഒരുപാട് പേരുടെ അവസ്ഥ വളരെ മോശമായി എന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ നിന്നും ഔദ്യോഗികമായി ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ, ലബനൻ ഇസ്രായേലിനിടയിലുള്ള ഈ ഒരു യുദ്ധഭീഷണി ദിവസങ്ങൾ കഴിയും തോറും കൂടുന്നു എന്നതല്ലാതെ കുറയാൻ യാതൊരുവിധ സാധ്യതയുമില്ല. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ഖട്ടായിബ് ഹിസ്ബുള്ള, IRCC, ഇറാന്റെ ബാക്ക് ആൻഡ് മിലിറ്റന്റ് ഗ്രൂപ്പ് എന്ന് പറയാം. ഈ IRCCയെ ഇറാന് വളരെ സപ്പോർട്ടായിട്ടുള്ള ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ്. IRGC വേറെ, IRCC വേറെ. IRCC എന്ന് ഞാൻ പറഞ്ഞത് IRGC എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. IRGC എന്നത് ഇറാനുള്ളിലെ ഒരു മിലിറ്റന്റ് ഗ്രൂപ്പാണ്. ഈ IRCC സംബന്ധിച്ച് ഇറാഖ്, സിറിയ ഇങ്ങനെ മറ്റു ഭാഗങ്ങളിലുള്ള ഇറാന് സപ്പോർട്ടായിട്ടുള്ള ഒരു മിലിറ്റന്റ് ഗ്രൂപ്പാണ്. ഇവരെയും ഖത്തായിബ് ഹിസ്ബുള്ള എന്ന് പറയും. ഈ രണ്ട് സംഘടനകളും ചേർന്ന് ഇന്നലെ ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്ക ആവശ്യമില്ലാതെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ ഭീഷണി ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഉണ്ടാകുന്ന ഭീഷണി ഇവർ വീണ്ടും അധികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവയെല്ലാം ഒരു പരിധിവരെ മാത്രമേ ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഹിസ്ബുള്ളയിൽ ഒരു അറ്റാക്ക് ഇസ്രായേൽ നടത്തുകയും ആ ഒരു ആക്രമണത്തിന് അമേരിക്കയുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്നറിഞ്ഞാൽ നിങ്ങളുടെ മധ്യകിഴക്കിലുള്ള എല്ലാ ബേസസിലും, എല്ലാ ലോജിസ്റ്റിക് ഹബ്, മിലിറ്ററി ബേസസ്, നിങ്ങളുടെ പ്രധാനപ്പെട്ട കമാൻഡ് പോസ്റ്റ്, ഇങ്ങനെ 45 സ്ഥലങ്ങളിലുള്ള നിങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 45 സ്ഥലങ്ങളെയും ഒരേ സമയത്ത് ഞങ്ങൾക്ക് നശിപ്പിക്കാൻ സാധിക്കും. ആവശ്യമില്ലാതെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഈ യുദ്ധത്തിനകത്തേക്ക് വരരുത്. ഒരു യുദ്ധത്തിലേക്ക് നിങ്ങൾ കാൽ പതിക്കരുത്. ഇത്തവണ നിങ്ങൾ വരികയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. മറ്റ് സമയങ്ങളിൽ ഉണ്ടായതിനെക്കാട്ടിലും ഇത് വളരെ വലുതായിരിക്കും. നിങ്ങളെ കണ്ട് ഞങ്ങൾ ഭയപ്പെടില്ല എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഓർക്കണമെന്ന് വളരെ മോശമായ ഒരു മുന്നറിയിപ്പാണ് അമേരിക്കയ്ക്ക് നൽകിയത്. ഇതിനെ യോജിക്കുന്ന രീതിയിൽ അമേരിക്കയും ഒരു അനൗൺസ്മെന്റ് നൽകി. മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് റീജിയണിലുള്ള അമേരിക്കയുടെ ബേസസിൽ വളരെ പ്രധാനപ്പെട്ട FPCON അലേർട്ട് നൽകി. ഈ FPCON എന്ന് പറഞ്ഞാൽ ഈ അലേർട്ടിനെ പല രീതിയിൽ തിരിക്കുന്നുണ്ട്. നോർമൽ, ആൽഫ, ബ്രേവോ, ചാർലി, ഡെൽറ്റ ഇങ്ങനെ പല കാറ്റഗറിയെ തിരിക്കുന്നുണ്ട്. ഇതിൽ FPCON ചാർലിയാണ് അമേരിക്കയുടെ ബേസസിൽ ഇപ്പോൾ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. ഇതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, അമേരിക്കയുടെ ചാരവിവരം അനുസരിച്ച് ഈ ബേസസിൽ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ബേസിന് സ്വന്തമായ മറ്റു സ്ഥലങ്ങളിൽ വലിയൊരു തീവ്രവാദ അറ്റാക്ക് നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് ഈ FPCON ചാർലി. കഴിഞ്ഞ 10 വർഷത്തിന് മുൻപാണ് ഇങ്ങനെ അവസാനമായി അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയത്. ഇപ്പോ ഈ ഒരു മുന്നറിയിപ്പ് നൽകിയതിലൂടെ ഇപ്പൊ നടക്കുന്ന ഈ ഒരു പ്രശ്നം എത്രത്തോളം തീവ്രമാണ്, എത്ര മോശമായ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. 2 ദിവസങ്ങൾക്ക് മുൻപ് ലബനനുള്ളിൽ ഇസ്രായേൽ ഒരു സ്ട്രൈക്ക് നടത്തി. അതിൽ ഒരുപാട് ഹിസ്ബുള്ളയുടെ സൈനികർ താമസിച്ചിരുന്ന സ്ഥലങ്ങളെ നശിപ്പിച്ചു. ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് നശിപ്പിച്ചതുകൊണ്ട് ഹിസ്ബുള്ളയ്ക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി. അതിന് പ്രതികാരം വീട്ടാനായി ഇന്നലെ ഇസ്രായേലിന്റെ നോർത്തേൺ ഗോലൻ ഹൈറ്റ്സ് ആ ഒരു ഭാഗത്തുള്ള നോർത്ത് പൊസിഷൻ ഹിസ്ബുള്ള ഒരു ഡ്രോൺ അറ്റാക്ക് വഴി ടാർഗറ്റ് ചെയ്തു. ഇതിൽ ഒരു സ്ഥലത്ത് കൂടിയിരുന്ന ഇസ്രായേലിന്റെ 18 സൈനികർക്ക് ഗുരുതരമായ പരിക്കേറ്റു. ഇത് ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെ ഔദ്യോഗികമായി പറഞ്ഞു. ഒരുപാട് നഷ്ടങ്ങൾ, ഒരുപാട് പേരുടെ അവസ്ഥ എന്നുള്ളതും വളരെ മോശമാണ്. വീണ്ടും ദിവസങ്ങൾ കഴിയുന്തോറും മാത്രമേ ഇവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയാൻ സാധിക്കുകയുള്ളൂ. ഹിസ്ബുള്ളയുടെ ഈ ഒരു മോശമായ ആക്രമണത്തിൽ ഒരു ദിവസത്തിൽ ഇത്രയേറെ നഷ്ടം ഇസ്രായേലിനുണ്ടായി എന്ന് ഒരു വലിയൊരു അറിയിപ്പ് നൽകി. ഒരു പക്ഷേ ഈ ഒരു ആക്രമണത്തിൽ മരണനിരക്ക് എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് കൂടാൻ സാധ്യതയുണ്ട്. കാരണം അത്രയേറെ പേരുടെ അവസ്ഥ ഗുരുതരമാണ്. അതിനാൽ തന്നെ മരണനിരക്കും ഇവിടെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മുൻപൊന്നും ഹിസ്ബുള്ള ഇത്രത്തോളം ഒന്നും ചെയ്യില്ലായിരുന്നു.
ഒരു എയർ സ്ട്രൈക്ക് ലബനനിൽ ഇസ്രായേൽ ചെയ്തിട്ട് തിരികെ അവരുടെ സൈഡ് മരണനിരക്ക് ഒന്നും തന്നെ വരാത്ത രീതിയിൽ അവരത് കൈകാര്യം ചെയ്യുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 ദിവസം എടുത്തു നോക്കിയാൽ ഈ ഒരു അവസ്ഥയെല്ലാം മുഴുവനായി മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു എയർ സ്ട്രൈക്ക് ചെയ്തിട്ട് തിരികെ വരും. അതുപോലെ ഒരു ടാർഗറ്റ് കില്ലിംഗ് എല്ലാം ഇസ്രായേൽ ചെയ്തിട്ട് ഒരുപാട് ദിവസമായി. ഇപ്പൊ ഒരു ടാർഗറ്റ് കില്ലിംഗ് ചെയ്യരുത് എന്ന അവസ്ഥയിലാണോ ഇസ്രായേൽ ഉള്ളത്, അല്ലെങ്കിൽ അവരെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കാത്തതാണോ എന്നുള്ളതാണ് ചോദ്യം. കാരണം കഴിഞ്ഞ 10 ദിവസമായി ഇങ്ങനെയുള്ള വാർത്തയൊന്നും വന്നിട്ടില്ല. പകരം ഇസ്രായേലിന്റെ സോൾജേഴ്സിനെ, സൈനികരെ ഹിസ്ബുള്ള അറ്റാക്ക് ചെയ്തു. ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽസ് ഉപയോഗിച്ച് ഇസ്രായേലിന്റെ സൈനികർ കൂടിയിരിക്കുന്ന സ്ഥലം അവർ നശിപ്പിക്കുന്നു എന്നൊക്കെ ഹെസ്ബുള്ളയെ കുറിച്ചുള്ള വാർത്തകളാണ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഗാസ എടുത്തു നോക്കിയാൽ അവിടെയുള്ള ആ ഒരു അവസ്ഥ ഇപ്പൊ പതിയെ പതിയെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും ദിവസം IDF-ൽ വലിയൊരു അറ്റാക്ക് ഹമാസ് കാരണം നടത്തിയിട്ടില്ല. ചെറിയ സ്ട്രൈക്കുകൾ നടന്നാലും ഇസ്രായേൽ കാരണമാണ് വലിയൊരു സ്ട്രൈക്ക് തന്നെ നടത്തിയത്. എന്നാൽ ഗാസയിൽ നിന്ന് ഞങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് ഗാസയിലെ ആക്രമണം പതിയെ പതിയെ കുറച്ച് പുറകിലേക്ക് പോകുമെന്ന് ഇസ്രായേൽ അറിയിച്ച് ചില ദിവസങ്ങളായി. ഇന്നലെ ഹമാസ് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തു. ഈ ഒരു യുദ്ധം ഇതുവരെയും അവസാനിച്ചിട്ടില്ല, ഞങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരുപാട് പേർ പറയുന്നത് ഹമാസിന്റെ പക്കൽ ആയുധങ്ങളില്ല, ഹമാസ് ഭയന്ന് പുറകിലേക്ക് പോയി എന്നൊക്കെ. നിങ്ങൾ നോക്കുക എന്ന് പറഞ്ഞ് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തു. അതിൽ ഒരുപാട് RPG, ഒരുപാട് റോക്കറ്റ്സ്, ഒരുപാട് ഷോൾഡർ ഗൈഡഡ് മിസൈൽ സിസ്റ്റം, ഇങ്ങനെ അവരുടെ ഗോഡൌണിനെ ഒരു ചെറിയ വീഡിയോ എടുത്ത് കാണിച്ചു. അതിന്റെ ഒരു ചെറിയ ഭാഗം കാണുമ്പോൾ തന്നെ മനസ്സിലാകും തീർച്ചയായും ഹമാസ് എന്തോ ഒരു വലിയ കാര്യത്തിനായി ഗാസയ്ക്കുള്ളിൽ പദ്ധതിയിടുകയാണ്. കാരണം ഗാസയിൽ നിന്ന് ഇസ്രായേലിലെ ട്രൂപ്സ് പുറത്തേക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ ആ ട്രൂപ്സിനെ നേരിട്ട് കൊണ്ടുപോയി ഹെസ്ബുള്ളയുമായി യുദ്ധം ചെയ്യിപ്പിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. നേരത്തെ മെർക്കാവ ടാങ്ക്സ്, ആർമഡ് പേഴ്സണൽ കാരിയേഴ്സ് ഇവയെല്ലാം തന്നെ ലബനൻ ഫ്രണ്ടിൽ തയ്യാറാണ്. ഈ ഒരു സമയത്ത് ഹെസ്ബുള്ളയുടെ ശ്രദ്ധ എന്നുള്ളത് ഇസ്രായേലിന്റെ നോർത്തേൺ ബോർഡേഴ്സിലായിരിക്കണം. ഇസ്രായേലിന്റെ ട്രൂപ്സിനെ അവിടെ മൂവ് ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല. ഇസ്രായേലിന്റെ ആക്രമണം ഇപ്പൊ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു അവസരം നമ്മൾ മിസ് ചെയ്താൽ ഹമാസിനെ കൊണ്ട് പിന്നൊരു ദിവസം ഇസ്രായേലിന് വലിയൊരു നഷ്ടം ഉണ്ടാക്കി വെക്കാൻ കഴിയില്ല. ഇത് ഹമാസിന് വളരെ നന്നായി അറിയാം. ഒരു പക്ഷെ അത് കാരണമായി കാണിച്ച് ഈ ഒരു വീഡിയോ ഫുട്ടേജ് റിലീസ് ചെയ്ത് അടുത്ത ഘട്ട അറ്റാക്കിന് ഹമാസ് തയ്യാറായിട്ടുണ്ടാകാം. എന്തായാലും ഈ ഗാസയിൽ വീണ്ടും പ്രശ്നം കൂടാൻ പോവുകയാണ്. അതിന് ഈ വീഡിയോ തന്നെ വലിയൊരു തെളിവാണ്. അതുമാത്രമല്ല, ഇസ്രായേലിന് വീണ്ടും പ്രഷർ കൂട്ടുന്ന രീതിയിൽ, അതായത് നേരത്തെയുള്ള പ്രശ്നങ്ങളിൽ വീണ്ടും തലവേദന വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ICJ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ സൗത്ത് ആഫ്രിക്ക ഇസ്രായേലിന് എതിരായി ഫയൽ ചെയ്ത കേസിൽ ഇപ്പോൾ സ്പെയിനും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ഒഫീഷ്യലായി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് തന്നെ ഒരു പ്രസ് റിലീസിൽ പറഞ്ഞു സ്പെയിനും ഈ ഒരു കേസിൽ ജോയിൻ ചെയ്തു എന്ന്. ഇങ്ങനെ ഇസ്രായേലിനുള്ള പ്രഷർ ഒരു ഭാഗത്ത് അധികമായി കൊണ്ടിരിക്കുമ്പോൾ ഒക്ടോബർ 7 ശേഷമുള്ള ഈ പ്രശ്നങ്ങളിൽ എത്ര പേർ മരിച്ചിട്ടുണ്ടാകാം എന്നുള്ള ഒരു കണക്കെടുപ്പ് നടത്തി. അതിൽ 40,000 വരെയും എത്തി. 40,000 പൊതുജനങ്ങൾ ഗാസയ്ക്കുള്ളിൽ മരിച്ചു. ഈ 40,000-ൽ 25,000 മുതൽ 28,000 വരെയും 18 വയസ്സിനും അതിനും താഴെയുള്ളവരാണ്. മറ്റ് 12,000 പേരാണ് 18 വയസ്സിന് മുകളിലുള്ളവരെന്ന് ഇന്നലെ UN ഒരു അറിയിപ്പ് കൊടുത്തു. ഈ ഗാസയെ സംബന്ധിച്ച് ലോകത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുവെന്നുണ്ടെങ്കിലും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വളരെ മോശമായ ആഘാതമുണ്ടാക്കിയ ഒരു യുദ്ധമായി ഇതിപ്പോ മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് റഷ്യ ഉക്രൈൻ യുദ്ധം വളരെ തീവ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. കാർഖീവിലെ 2 പ്രധാനപ്പെട്ട ടൗൺസ് ഇപ്പോൾ റഷ്യ ക്യാപ്ചർ ചെയ്തു. കാർഖീവ് എത്രയും പെട്ടെന്ന് റഷ്യ ക്യാപ്ചർ ചെയ്യാൻ പോകുന്നു. മറ്റൊരു ഭാഗത്ത് ലബനനും ഇസ്രായേലും ഇടയിലുള്ള യുദ്ധഭീഷണി വളരെ അധികമായി കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുന്നത് ആര് ആദ്യം അറ്റാക്ക് ചെയ്യും എന്നുള്ളതാണ്. അത് ഹിസ്ബുള്ളയായാലും ഇസ്രായേലായിരുന്നാലും. ഇസ്രായേൽ വിചാരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഹിസ്ബുള്ളയെ ഇതിന് മുൻപൊക്കെ തന്നെ അകത്തേക്ക് കയറി അറ്റാക്ക് ചെയ്യാമായിരുന്നു. എന്നാൽ അറബ് നാടുകളുടെ സഖ്യം അല്ലെങ്കിൽ അറബ് നാടുകളുടെ കൂട്ടുകെട്ട് ഇസ്രായേലിനെതിരെയാണുള്ളത്. ഈ സമയത്ത് ഇസ്രായേൽ അകത്തേക്ക് കടന്ന് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഈ മുഴുവൻ സഖ്യവും ഇസ്രായേലിനെതിരായി തിരിയുമ്പോൾ അമേരിക്കയെ കൊണ്ട് എല്ലാ നാടുകളെയും കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് കരുതുന്നു എന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.